എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. അസ്രയേൽ അയ്യോ, മാറ്റം വന്നപ്പോൾ തന്നെ എന്തൊരു ഫ്രഷ്നെസ്. ഇങ്ങനെ പറഞ്ഞു എമ്പുരാൻ അസ്രയേൽ. വേറെ ഏതെങ്കിലും സിനിമയുടെ എന്തെങ്കിലും പറയുമ്പോഴും എമ്പുരാൻ ആദ്യം വരിക. അതിനിപ്പോ കുറച്ചാണ് അസ്രയേൽ പറഞ്ഞു ശരിയായിക്കോളൂ. L3 മറ്റുള്ള സിനിമകൾ ആ സമയത്ത് വരുമ്പോഴും ആ സിനിമകളുടെ പേര് മറന്നു പോകും. അതങ്ങനെയാണ്. അതെ, അല്ല നമ്മുടെ അസ്രയേൽ സിനിമയുടെ അപ്ഡേറ്റുകൾ, അതായത് L3 വരും എന്നുള്ള ചില സൂചനകൾ കിട്ടിയതും അതിൻ്റെ അപ്ഡേറ്റ് നമ്മുടെ കിഴിയിൽ ഉൾപ്പെടുത്തിയപ്പോൾ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾ L3ക്ക് തീരെ വെയിറ്റ് ചെയ്യുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് വാചാലരാകുന്നത്, അപ്ഡേറ്റ്സ് കൊടുക്കുന്നത്? അതായത് ഇത്രേ ഉള്ളൂ. ഞാനൊരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് കേട്ടോ. അതായത് അയ്യോ ഇതിപ്പോ അഹങ്കാരത്തിന്റെ താഴെപ്പോയി, ചൂടും കൊണ്ടാ അത് കുടുങ്ങിയപ്പോ ഒന്ന് മാറ്റി വെച്ചതാണ്. അല്ലാതെ മറ്റൊരാൾക്ക് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരിക്കലും ചെയ്യൂല. ഓക്കെ, ആള് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം ചെയ്യാനുള്ളതല്ല ഈ ചാനൽ. നമുക്ക് താല്പര്യമില്ലാത്ത എത്ര സിനിമകളുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ശമ്പളം കറക്റ്റ് ആയിട്ട് വന്ന് മേടിച്ചോളാം. വന്ന് മേടിക്കണ്ട, അങ്ങനെ എത്തിച്ചേരാം. ഓക്കെ, സത്യമായിട്ട് പറയാം. അതായത് ഇപ്പൊ ചില ഹിന്ദി സിനിമകൾ ഇപ്പോൾ, അല്ലെങ്കിൽ നമുക്ക് പുഷ്പന്റെ കാര്യം പറയാം. പുഷ്പ 2 തീരെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിനുശേഷം പോസിറ്റീവ് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് വന്ന കാര്യങ്ങൾ, അതിന്റെ അപ്ഡേറ്റ്സ്, കാര്യങ്ങൾ, അതിന്റെ കളക്ഷൻ, എല്ലാ റെക്കോർഡുകളൊക്കെ നമ്മൾ അപ്ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ളത് മാത്രം ചെയ്യാനിരിക്കുന്നതല്ല നമ്മൾ. എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും വരുമല്ലോ, അത് കരുതി നമ്മൾ അതിനനുസരിച്ച് നിൽക്കാൻ പാടില്ല. എന്തായാലും അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ അതിനെ സമീപിക്കുന്നേ ഇല്ല. ഇപ്പൊ എന്തൊക്കെ സിനിമയുടെ അപ്ഡേറ്റ്സ് ഉണ്ടോ നമ്മൾ അറിയുന്നത്, നമുക്കറിയാത്ത കുറേ കാര്യങ്ങളുണ്ടാവാം, പലതും നമുക്ക് കിട്ടൂലല്ലോ. അപ്പോൾ കിട്ടാത്തതായിട്ടുള്ളത് വരില്ല, പക്ഷെ കിട്ടുന്ന അറിയുന്ന എല്ലാ സംഭവങ്ങളും ഞങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ L3 പ്രതീക്ഷയില്ല എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് നല്ലതായിരിക്കൂലെന്നോ അല്ലെങ്കിൽ നല്ലതാ അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ പറഞ്ഞിട്ടില്ല. അതായത് മോശമാവും നമ്മൾ പറഞ്ഞോ? ഇല്ല. L2 കണ്ടിട്ട് നമുക്ക് ഒട്ടും പ്രതീക്ഷയില്ല. അതെ, അതിന് കാരണം L2 കുറച്ച് കണ്ടന്റ് ദാരിദ്ര്യമുണ്ട്, ചില സംഭവങ്ങൾ, അത് അതിൻ്റെതായ കാര്യങ്ങളിലേക്ക് വരാം. അതുകൊണ്ട് നമുക്കൊരു പേടിയുണ്ട്, എന്ത് ലാലേട്ടൻ്റെ ക്യാരക്ടർ ഏറി പോകാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് അതിനോട് താല്പര്യമില്ലാത്തത്. ഖുറൈഷിയുടെ ചരിത്രമാണ് ഇനി അതിൽ പറയാൻ പോകുന്നത് എന്നുള്ളത് കേട്ടപ്പോഴാണ് നമുക്ക് തോന്നിയത് അതിന്റെ ആവശ്യം എന്ത്. അതിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അതായത് എബ്രാം ഖുറൈഷി എന്ന ക്യാരക്ടർ എന്തോ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിലാണ് ലൂസിഫർ സിനിമയുടെ അവസാന ഭാഗത്ത് നിർത്തുന്നത്. പക്ഷേ അങ്ങനെയുള്ള ഒരു ക്യാരക്ടറല്ല, ഒരു സാധാരണ ഡോൺ, എല്ലാവരോടും തല്ലുപിടിക്കുന്ന ഒരു സാധാരണ ഗുണ്ട സെറ്റപ്പിലുള്ള ഒരാൾ മാത്രമാണെന്നുള്ള രീതിയിലാണ് L2 വന്നിട്ടുള്ളത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇല്ലുമിനാറ്റി കൈകാര്യം ചെയ്യുന്ന, അതായത് ആ വേറെ ലെവല്, ഈ ലോകത്തെ മൊത്തം നിയന്ത്രിക്കുന്ന ഒരാൾ എന്നുള്ള രീതി, അല്ലെങ്കിൽ ആ ഗ്യാങ്ങിൻ്റെ ലീഡർ എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ പ്രശ്നത്തിനുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ക്യാരക്ടറൈസേഷൻ കയ്യിൽ നിന്ന് പോയി എന്ന് തിരിച്ചറിയുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. എന്തായാലും OTT വരുമ്പോൾ തീർച്ചയായിട്ടും വളരെ വ്യക്തമായി അത് ചർച്ച ചെയ്യപ്പെടും. അപ്പോൾ അതിൽ ഈ ക്യാരക്ടറിനെ അങ്ങനെ പ്രതിഷ്ഠിച്ചതിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട ആ ഒരു എബ്രാം ഖുറൈഷി ഉണ്ട്, ആ വലുപ്പമുള്ള എബ്രാം ഖുറൈഷി. അതാണ് നമുക്ക് മിസ്സായത്. അതെ, അത് ഇങ്ങനെ കാണിച്ചിട്ട് പോലും മിസ്സായി. അപ്പോൾ ആള് എങ്ങനെ ഇത്രയും ലെവലിലേക്ക് വന്നു എന്നും ഇനി എന്താണ് നടക്കാൻ പോകുന്നുള്ള സൂചന നമുക്ക് എന്തായാലും L2 നിന്ന് കിട്ടിയല്ലോ. അതിലൂടെ L3ക്കുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ളത് മനസ്സിലാക്കി. അതാണ് സത്യം. അതുകൊണ്ടാണ് അതിനോടുള്ളൊരു ഇൻട്രസ്റ്റ് കുറഞ്ഞു പോയത്. ഇപ്പോൾ നമ്മുടെ KGF, റോക്കി ബായ് എന്തായി, എങ്ങനെ അങ്ങനെ ആയി എന്നുള്ളതൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു പരിപാടിയാണ് പിടിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്കതിൻ്റെ ടൈലൻറ്റ് കാണുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ടാണ് അതിനോടൊരു താല്പര്യക്കുറവ് തോന്നിയത്. അല്ലാതെ ആ സിനിമ ഇനി പറയാൻ പറ്റില്ല അവരേതൊക്കെ രീതിയിലാണ്. ചിലപ്പോൾ ചെറിയ കുറച്ച് ഭാഗങ്ങൾ കാണിക്കുന്നുണ്ടാവുള്ളൂ, പിന്നീട് കാണിക്കുന്നത് ഖുറൈഷിനെ തന്നെ ആയിരിക്കാം. ഏത് രീതിയിലാണ് അവർ പിന്നെ കൊണ്ടുപോകാൻ പോണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അതെന്തായാലും ഉണ്ടാവും. കാരണം എബ്രാം ഖുറൈഷിയും റിക്യൂണിന്റെ ക്യാരക്ടർ ഉണ്ടല്ലോ, അവർ തമ്മിലുള്ള ഒരു ഫേസ് ടു ഫേസ് പരിപാടി ഉണ്ടാവും. ഉറപ്പായിട്ടും അതെന്തായാലും ഇത്രയും ഇനിയിപ്പോ ഈ എമ്പുരാന്റെ സിനിമേന്റെ തന്നെ സ്ക്രിപ്റ്റിന്റെ വലിപ്പം കൊണ്ട് ചെറുതാണെങ്കിൽ പോലും ഈ സിനിമ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വലിപ്പം അത് ഭയങ്കരം തന്നെയാണ്. മേക്കിംഗ് കൊണ്ട്. അപ്പം ഈ 3 വരുമ്പോഴും
3ലേക്ക് ഈ റിക്യൂണുമായിട്ടുള്ള ഈ ഒരു സംഭവം വരുമ്പോൾ ഖുറൈഷിനെയും കാണിക്കുമ്പോൾ ആ സമയത്തൊക്കെ അവർ എന്തായിരിക്കും ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നതെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല. ഭീകരമായിരിക്കും ചിലപ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സിനിമ മോശമായിരിക്കും എന്നല്ല നമ്മൾ പറയുന്നത്, നമുക്ക് അതിനോടുള്ള താല്പര്യം കുറവായി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് കാരണം അതാണ്, അതായത് എബ്രഹാം ഖുറൈഷി നമ്മൾ കരുതി വെച്ചിരിക്കുന്ന ഒരു സെറ്റപ്പിലല്ല. അതെ, അതായത് ഇനി ഇത്രയും വലിയ സെറ്റപ്പ് ആണെങ്കിൽ പോലും ഒരു ചെറിയ സാധാരണ ഗുണ്ട മുന്നിൽ വന്നാൽ പോലും ആളോട് തല്ലു പിടിക്കാൻ ഇറങ്ങുന്നൊരു ഖുറൈഷി വളരെ വീക്കായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ആ രീതിയിൽ L3ലേക്ക് വരുമ്പോൾ കയ്യിൽ നിന്ന് പോകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ മനസ്സിലുള്ളത്. അതെന്താന്നുള്ളത് കണ്ടെന്നറിയാം, സിനിമ വരുമ്പോൾ നമുക്ക് ആലോചിക്കാമല്ലോ. പിന്നെ ഈ പ്രശ്നം മറ്റൊന്നുണ്ട്, L2 കണ്ടവർക്കറിയാം, ഓരോ ലെയറും ഓരോ സാധനങ്ങളും മറ്റു പല സിനിമകളിലോ അല്ലെങ്കിൽ ലൂസിഫറിൽ വിജയിച്ച സംഭവങ്ങൾ തിരിച്ചിടുക ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ്. ഡയലോഗുകൾ അങ്ങനെയാണ്, അല്ലെങ്കിൽ ഹൈ മൊമെന്റ്സുകൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അതായത് പുതിയതായിട്ട് ഇവർക്ക് ഒന്നുമില്ല, ഒരു സാധനം പോലില്ല. അപ്പോൾ റിക്യൂണ് എന്തായാലും ഇവർ ഒഫീഷ്യലായിട്ട് നമ്മുടെ മുന്നിലേക്ക് തന്നതാണല്ലോ റിക്യൂണിനെ. അതുകൊണ്ട് നമുക്ക് പറയാം, അതായത് ആളുടെ ക്യാരക്ടറിൻ്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും റോളക്സാണ്, റോളക്സിൻ്റെ സംഭവമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ടൈലൻഡ് ലാസ്റ്റ് പരിപാടി KGF-ലേക്കുള്ള പരിപാടിയാണെന്നുള്ളതാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അത് KGF പിടിക്കാനുള്ള പരിപാടിയാണ്. പിന്നെ ഫേക്ക് മരണം കാണിക്കുന്നത്, ഭാഷ മുതൽ എത്ര സിനിമയിൽ ആ സാധനം നമുക്ക് ആദ്യമേ മനസ്സിലാവും, ഫേസ് റിവീൽ ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും മരിക്കാനാണ്. പിന്നെ ആ സമയത്തൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ആ സിനിമ, അതിന്റെ വലിപ്പം കൊണ്ടാണ്. വിക്രം സിനിമ അല്ലേ, വിക്രം സിനിമയിൽ അങ്ങനെ തന്നെയാണല്ലോ, ഫേക്ക് മരണം എന്നിട്ട് അത് കാണിക്കുമ്പോൾ ആ ഒരു പഞ്ച് നമുക്കിതിൽ കിട്ടിയിട്ടില്ല. ഒരാൾക്കും ഒരു പ്രശ്നമല്ല. അതായത് സ്റ്റീഫൻ മരിച്ചു എന്നറിഞ്ഞിട്ട് അതിലെ മറ്റ് കഥാപാത്രങ്ങൾക്ക് ഒരു മൈൻഡും ഇല്ല, അതൊരു പ്രശ്നമേ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല ആ സിനിമയിൽ. അതാണ് ക്യാരക്ടറൈസേഷൻ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞ സാധനം. അതിന്റെ ആ ഒരു സംഭവമൊന്നും അത് കാണിക്കുന്നില്ല. എന്താണെങ്കിലും L3 വരട്ടെ. അതെ, വരട്ടെ, അങ്ങനെ സംഭവമുണ്ട്. പിന്നെ ഇപ്പൊ എന്തൊക്കെയാണെങ്കിലും നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് തോന്നിയ സംശയങ്ങളും പേടി മാത്രമാണ് L3ക്ക് നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞിട്ടുള്ളത്. അതെ, അല്ലാതെ അത് വരണ്ടെന്നോ അല്ലെങ്കിൽ താല്പര്യമില്ലല്ലോ, താല്പര്യമില്ല എങ്ങനെ, അങ്ങനത്തെ ഒരു സംഭവം അല്ല കേട്ടോ. അത് വരണം, L3യും വരണം. നമ്മൾ ഇത്രേ ഉള്ളൂ, വന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനായിട്ട് കാത്തിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. നമ്മൾ ഏത് സിനിമ അങ്ങനെയാണ്, പിന്നെ ലാസ്റ്റ് വരെ നമ്മൾ ഇപ്പോൾ എലോൺ സിനിമ ഉണ്ടല്ലോ, ലാലേട്ടൻ്റെ, ഒട്ടും പ്രതീക്ഷയില്ലാത്ത സിനിമയാണ്. പക്ഷെ എന്നാലും നമ്മൾ ലാസ്റ്റ് വരെ വിജയിച്ചാലോ നല്ലതാണെങ്കിലോ എന്ന് നമ്മൾ പ്രതീക്ഷിക്കും. ഇതിപ്പോഴും പറയാം, L3 അല്ലേ, ലാലേട്ടൻ്റെ സിനിമ തന്നെയല്ലേ. നമ്മള് ആളുടെ സിനിമകൾ കാണാൻ കാത്തിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പിന്നെ അതിനി L3 ആണെങ്കിലും ഇപ്പോൾ അതിന് മുന്നത്തെ L2 കൊണ്ടുവന്ന് കുറച്ചിത് മോശമായിട്ടാണ് അതിൻ്റെ ടൈലൻഡ് കാണിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ പോലും അടുത്ത സിനിമ അതിനേക്കാളും ഗംഭീരമായിട്ടായിരിക്കും അവർ മേക്ക് ചെയ്യാൻ പോണെന്നുള്ള പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും അത് എത്രയാണെങ്കിലും ആ പ്രതീക്ഷ ഉണ്ട്. ആ പ്രതീക്ഷയോട് കൂടി തന്നെ നമ്മൾ കാത്തിരിക്കുകയാണ് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. തന്നെ എന്തായാലും നന്നായി വരട്ടെ. യെസ്, അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.